ഇതിന് പറ്റിയൊരു ഡയലോഗ് ഞാൻ പറഞ്ഞുതരാം. താൻ ആരാണെന്ന് തനിക്കറിയാമേലെങ്കിൽ താൻ എന്നോട് ചോദിക്ക് താൻ ആരാണെന്ന്. തനിക്ക് ഞാൻ പറഞ്ഞു തരാം താൻ ആരാണ്. ശരിക്കും ആ കൺഫ്യൂഷൻ സ്റ്റേറ്റ്മെന്റ് അല്ലേ കൊടുത്തിരിക്കുന്നത്? കുട്ടികളെ എങ്ങനെ ആൻസർ ചെയ്തതിന്? The wires on the electric pole for distributing electricity get sagged in summer. Get Sagged in summer. Ah. Reason. During the hot season, as more heat energy is obtained, the electric line expands. So, ഞാൻ സ്റ്റേറ്റ്മെന്റും തന്നു റീസണും തന്നു. ഇനി ഓപ്ഷൻസ്. A. The statement and the reason are true and the reason is the correct explanation for the statement. ഇനി B. The statement and reason are true but the reason is not the correct explanation for the statement. C. The statement is true but the reason is false. D. Both the statement and reason are false. Which is the right option? പറ. എനിക്കറിയില്ല. അയ്യോ, ഇതെങ്ങനെ? ഇത് ഏത് ക്ലാസ്സിന്റെ ക്വസ്റ്റ്യൻ പേപ്പറാ? മേ ബി 10th ആയിരിക്കാം. 7ാം ക്ലാസ്. 7ാം ക്ലാസ്സാ? പിള്ളേരെങ്ങനെ ആൻസർ ചെയ്യും? അതിൽ ഞാനും ചോദിക്കുന്നത് പിള്ളേർ ഇതിനെങ്ങനെ ആൻസർ ചെയ്യും? കേട്ടിട്ടുണ്ട് തലവേദന സത്യം. അതായത് കുട്ടികൾക്ക് സ്റ്റേറ്റ്മെന്റും റീസണും കൊടുക്കും, കാര്യവും കാരണവും. ഓക്കെ. അതായത് സമ്മറിൽ വയസ് എക്സ്പാൻഡ് ആവുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് സംഭവം. പക്ഷെ അതിന്റെ ഓപ്ഷൻസ് പിള്ളേരെ കൺഫ്യൂഷൻ